അങ്ങനെ നമ്മളിന്ന് പാസ്ത കഴിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് എത്തിപ്പെട്ടത് പാസ്ത വേ ലാറ്റിൻ സ്ട്രീറ്റിലാട്ടോ. അങ്ങനെ അവിടെ പോയപ്പോൾ പറഞ്ഞു അവിടെ ഇറ്റാലിയൻ ഐറ്റം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറ്റാലിയൻ ഐറ്റം പേര് നോക്കി പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാകണ്ട. അങ്ങനെ നമ്മളൊരു ഐറ്റം കണ്ടുപിടിച്ചിട്ടോ, നോക്കി പെസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം. പേര് വായിക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷേ സാധനം എത്തിയപ്പോണ്ടല്ലോ, കിഡിലൻ സാധനം, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം. കാണുമ്പോൾ തന്നെ വേറെ ലെവൽ കേട്ടോ. നമ്മൾ കറിയൊക്കെ ഒഴിച്ച് വെച്ച വാരം ഉണ്ടെങ്കിൽ പോലും അതൊരു സാധനം തന്നെയാട്ടോ. കിഡിലൻ ചീസായിട്ടുള്ള ഐറ്റാണ്. ഒരു റെഡ് സോസ് പാസ്ത കേട്ടോ സാധനം. പക്ഷെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കറിയിൽ ബണ്ണിട്ട് വെച്ച പോലെ ഉണ്ട്. പക്ഷേ വേറെ ലെവൽ സാധനമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സാധനം വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. നമ്മളില്ലേ 4 പേരും കൂടെ അടിച്ച് മിന്നിച്ച് കഴിച്ചൊരു ഐറ്റം തന്നെയാട്ടോ അത്. അത്രയ്ക്ക് ടേസ്റ്റ്, അത്രയ്ക്ക് ചീസി ആയിട്ടുള്ള ഐറ്റമാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ചീസ് ഇങ്ങനെ കൂടെ പോരും, വലിഞ്ഞ് പോരുന്നുണ്ടോ. ചക്കയുടെ ഈ വിളഞ്ഞൊക്കെ പോരുന്ന പോലെ നല്ല കിഡിലനായിട്ട് വരുന്ന ഒരു ചീസ് ഐറ്റാട്ടോ. പേര് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും സാധനം വന്നപ്പോൾ ഉണ്ടല്ലോ, ആ പേര് മറക്കാതെ പഠിച്ചു വെക്കും നമ്മൾ. അജാതി ഐറ്റം. കാരണം വെച്ചാൽ അതിൻ്റെ ആ ഒരു കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. നോക്കി പെസ്റ്റോ എന്ന് പറയുന്ന ഈ ഐറ്റം, പേര് തന്നെ ഞാൻ കുറേ നേരം എടുത്തിട്ട് പഠിച്ചാട്ടോ. അത്രയ്ക്കും വേറെ ലെവലായിട്ടായിരുന്നു. നല്ല കിടിലൻ സാധനം. നമ്മളിങ്ങനെ എന്താ പറയുക, എടുത്ത് കഴിച്ചു. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഈ ഞാൻ കഴിച്ചതിൽ വെച്ച് നല്ല കിഡിലൻ പാസ്ത കിട്ടുന്ന ഒരു സ്ഥലം ഈ പാസ്ത ബൈ ലാറ്റിൻ സ്ട്രീറ്റ് തന്നെയാട്ടോ. വേറെ ലെവലായിരുന്നു.